യഥാർത്ഥത്തിൽ ഇവർ കാണിച്ച ഒരു കുതന്ത്രമുണ്ട്. അതെന്തറിയോ? നമ്മുടെ സമസ്തക്കാര് അവർക്ക് അവരെ ശിർക്ക് തെളിയിക്കാൻ ഒരായത്തും കിട്ടൂല, അത് ഉറപ്പല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ശുദ്ധ തൗഹീദ് പഠിപ്പിച്ച ആയത്തുകൾ എടുത്തിട്ട് ശുദ്ധ ശിർക്ക് ചെയ്യാൻ തെളിവാക്കും. മനസ്സിലാക്കണേ, ശുദ്ധ തൗഹീദ്. ഉദാഹരണം, വസ്അൽ മൻ അർസൽനാ, ശുദ്ധമായ തൗഹീദാണ് ആയത്തിലുള്ളത്. ആ ആയത്തെടുത്തിട്ടാണ് ഉണ്ട് മൗലവി ഉണ്ട് എന്തിന്? ബദരീങ്ങളെ വിളിക്കാൻ, മമ്പുറന്തങ്ങളെ വിളിക്കാൻ. ഏത്? അള്ളാനെ മാത്രമേ വിളിക്കാവൂ എന്ന് പഠിപ്പിച്ച ആയത്ത്. പിന്നെ ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്ത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആ ആയത്ത് വെച്ചിട്ട് പറഞ്ഞു ബദരീങ്ങളെ വിളിക്കൽ അനുവദനീയമാണ്. ഇന്നമാ വലിയുക്കുമുള്ള പഠിപ്പിക്കുന്നത് അള്ളാഹുലുള്ള വിശ്വാസം എങ്ങനെ വേണം എന്നുള്ളതാ. മൂന്നാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്തിലെ നിന്നെ മാത്രം എന്നതിലെ മാത്രം കട്ടു മുസ്തഫൽ ഫൈസി കട്ടു. എന്തിന്? സഹായ തേട്ടത്തിന് നമ്മളെ ഹോജാക്കന്മാരും വേണം, മാത്രം കട്ടു. ഒക്കെ ശുദ്ധ തൗഹീദ് പഠിപ്പിക്കണ ആയത്ത്. തെളിവെന്തിനാണ്? ശുദ്ധ ശിർക്കിന്. ഇയാള് കാട്ടിയ കുരന്തൻ എന്താ? അള്ളാഹുവിന്റെ വിശേഷണത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് തൗഹീദിനെ അട്ടിമറിച്ച് മുവഹിദുകളെ മുശ്രിക്കും കാഫിറും മുർത്തദ്ദുമാക്കാൻ അനസ് മൗലവിയെ പോലുള്ള ആൾക്കാർ കാട്ടി എന്തറിയോ? ശുദ്ധ ശിർക്ക് പഠിപ്പിച്ച ആയത്തെടുത്തു. പച്ചയായ ശിർക്കാട്ടോ, പച്ചയായ ശിർക്ക് പഠിപ്പിക്കുന്ന ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് ശിർക്കല്ലാത്ത കാര്യത്തിന് തെളിവാക്കുക. എങ്ങനെയുണ്ട്? ആൾക്കാർ കേട്ടാത്തൊന്നും ഓ ഇൻതദുഊഹും, അവരെ വിളിച്ച് തേടിയാൽ കണ്ടോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഉടമപ്പെടുത്തൂല. ഒക്കെ ശുദ്ധ ശിർക്ക് വരുന്ന ആയത്തുകൾ. ശുദ്ധ ശിർക്ക് എങ്ങനെ സംഭവിക്കുക പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. ആ ആയത്തെടുത്തിട്ട് ശിർക്കല്ലാത്ത കാര്യത്തിന് തെളിവാക്കി നിങ്ങളെ മുമ്പിലുള്ള സാധാരണക്കാരെ പറ്റിച്ച് കബളിപ്പിച്ച് കടന്നു പോകേണ്ട ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ വല്ലാത്തൊരു സങ്കടം ഉണ്ട്. അനസ് മൗലവി, വല്ലാത്തൊരു സങ്കടം ഉണ്ട്. ഈ ആയത്തുകളൊക്കെ മുമ്പ് നിങ്ങൾ ഓതിയിട്ടുണ്ട്. ആർക്ക് നേരെ അറിയോ? സമസ്തക്കാർക്ക് നേരെ ഓതിയിട്ടുണ്ട്, എം ഡിക്കാർക്ക് നേരെ ഓതിയിട്ടുണ്ട്. പക്ഷേ ആ പാരമ്പര്യം സ്വീകരിച്ചു വന്നപ്പോ നിങ്ങൾക്ക് ഈ ആയത്തുകളൊക്കെ മുവഹിദുകൾക്ക് നേരെ ഓതേണ്ടി വന്നു.